ഹായ് മക്കളെ, നമുക്കിന്ന് അത്ഭുത ശക്തിയുള്ള മാമ്പഴത്തിൻ്റെ കഥ കേൾക്കാം. ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ഓമനിച്ച് വളർത്തിയ തത്തയായിരുന്നു ആത്മാറാം. ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ ചെന്നപ്പോൾ ആത്മാറാം ദുഃഖിതനായിരിക്കുന്നത് രാജാവ് ശ്രദ്ധിച്ചു. രാജാവ് തത്തയോട് ചോദിച്ചു, എന്താണ് നീ ദുഃഖിച്ചിരിക്കുന്നത്? അപ്പോൾ തത്ത പറഞ്ഞു, മറ്റു തത്തകളെപ്പോലെ എനിക്കും പറന്നു നടന്ന് ലോകം കാണാനാകുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ സങ്കടം വന്നുപോയി. അവയോടൊപ്പം പറന്നു നടക്കാൻ എനിക്കും ഒരാഗ്രഹം. അങ്ങ് അനുവദിക്കുമെങ്കിൽ അവയോടൊപ്പം കുറച്ചു കാലം ജീവിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. നീ എപ്പോൾ തിരിച്ചു വരും? രാജാവ് ചോദിച്ചു. 2 വർഷത്തെ സമയമാണ് ആത്മാറാം ചോദിച്ചത്. രാജാവ് സന്തോഷത്തോടെ അനുവദിച്ചു. തത്ത ആഹ്ലാദത്തോടെ പറന്ന് മറ്റു തത്തകളോടൊപ്പം ചേർന്നു. ആത്മാറാം തൻ്റെ പുതിയ കൂട്ടുകാരോടൊപ്പം പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു. കൂട്ടത്തിൽ മറ്റൊരു തത്തയെ കല്യാണം കഴിക്കുകയും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്തു. അപ്പോഴൊക്കെ ആത്മാറാമിൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു. മടങ്ങിച്ചെല്ലുമ്പോൾ രാജാവിന് വിലപ്പെട്ട ഒരു സമ്മാനം കൊടുക്കണം. ഒരു ദിവസം തത്തക്കൂട്ടം പറന്നിറങ്ങിയത് വിചിത്രമായ ഒരു മാവിലായിരുന്നു. ആ മാവിലെ മാമ്പഴം തിന്നാൽ യൗവനം തിരിച്ചു കിട്ടുമായിരുന്നു. രാജാവിന് സമ്മാനിക്കാൻ പറ്റിയ ഒരു വസ്തു കണ്ടെത്തിയതിൽ ആത്മാറാം സന്തോഷിച്ചു. അവൻ തൻ്റെ കുടുംബത്തോട് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ ആ മാങ്ങയുടെ വിത്ത് കൊത്തിയെടുത്തിരുന്നു. വിശിഷ്ടമായ ആ സമ്മാനവുമായി ആത്മാറാം തിരിച്ചെത്തിയതിൽ രാജാവ് സന്തോഷിച്ചു. തൻ്റെ തോട്ടക്കാരനെ വിളിച്ച് മാങ്ങ അണ്ടി ഏൽപ്പിച്ചിട്ട് രാജാവ് പറഞ്ഞു, ഈ മാവ് സൂക്ഷിച്ച് വളർത്തണം. ആദ്യത്തെ മാമ്പഴം തന്നെ എനിക്ക് കൊണ്ടുവന്ന് തരണം. തോട്ടക്കാരൻ രാവും പകലും ആ മാവിനെ ശുശ്രൂഷിച്ച് രാജാവിൻ്റെ ആജ്ഞ പാലിച്ചു. താമസിയാതെ മാവ് വലുതായി. അതിൽ ഒരു മാങ്ങയും കായ്ച്ചു. അത് മൂത്ത് പഴുക്കുന്ന ദിവസവും കാത്ത് തോട്ടക്കാരൻ മാവിൻ്റെ ചുവട്ടിൽ തന്നെ ഊണും ഉറക്കവുമായി കഴിഞ്ഞു. ആയിടെയാണ് തോട്ടക്കാരൻ്റെ ബന്ധുവിൻ്റെ കല്യാണം നിശ്ചയിച്ചത്. തോട്ടക്കാരൻ്റെ ഭാര്യ അയാളെ കല്യാണത്തിന് പോകാൻ നിർബന്ധിച്ചു. തോട്ടക്കാരനാകട്ടെ മാമ്പഴം ഉപേക്ഷിച്ച് എവിടേക്കും പോകാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല. ഞാൻ ഈ മാവിൻ്റെ ചുവട്ടിൽ തന്നെ ഇരുന്ന് ഈ മാമ്പഴം സൂക്ഷിച്ചോളാം. അത് പാകമാകുമ്പോൾ ഞാൻ പറിച്ച് രാജാവിന് നൽകാം. തോട്ടക്കാരൻ്റെ ഭാര്യ അയാൾക്ക് വാക്കുകൊടുത്തു. ഭാര്യയുടെ നിർബന്ധം സഹിക്കാനാവാതെ തോട്ടക്കാരൻ കല്യാണത്തിന് പോയി. അയാളുടെ ഭാര്യ പറഞ്ഞതുപോലെ മാങ്ങ കാക്കുവാൻ മാവിൻ ചുവട്ടിൽ ചെന്നിരുന്നു. വെറുതെ ഇരിക്കുന്നതിലെ മുഷിവും തണുത്ത കാറ്റും ഒക്കെ കൊണ്ട് അവൾക്ക് ഉറക്കം വരാൻ താമസമുണ്ടായില്ല. അവൾ സുഖമായി മാവിൽ ചാരിയിരുന്ന് ഉറങ്ങാൻ തുടങ്ങി. ഈ സമയത്താണ് ഞെട്ടറ്റ് ആ മാമ്പഴം തറയിൽ വീണത്. അപ്പോൾ അതുവഴി പോയ ഒരു വയസ്സൻ മൂർഖൻ ആ മാമ്പഴം കണ്ടു. അത് ആ മാമ്പഴം ഒന്ന് രുചിച്ചു നോക്കി. ഉടൻ തന്നെ ആ പാമ്പിൻ്റെ പ്രായം കുറഞ്ഞു. പക്ഷേ അതിൻ്റെ വിഷം മാമ്പഴത്തിൽ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ഉറക്കമുണർന്ന തോട്ടക്കാരൻ്റെ ഭാര്യ കണ്ടത് നിലത്ത് കിടക്കുന്ന മാമ്പഴമാണ്. അവൾ അതെടുത്ത് കൊട്ടാരത്തിലെത്തിച്ചു. മാമ്പഴം കണ്ടപ്പോൾ ആത്മാറാമിനുണ്ടായ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അവൻ രാജാവിനോട് പറഞ്ഞു, അങ്ങ് എത്രയും വേഗം ഈ മാമ്പഴം കഴിച്ചാലും അതിൻ്റെ ഗുണം ഉടൻ തന്നെ അങ്ങേക്ക് അനുഭവിക്കാം. രാജാവ് സന്തോഷത്തോടെ ആ മാമ്പഴം കഴിക്കാൻ ഭാവിച്ചപ്പോൾ മന്ത്രി പറഞ്ഞു, ഒരു വൃക്ഷത്തിലുണ്ടാകുന്ന ആദ്യ ഫലം ദാനം ചെയ്യുകയാണ് വേണ്ടത്. അത് ശരിയാണെന്ന് രാജാവിനും തോന്നി. ഉടനെ ഒരു ബ്രാഹ്മണനെ വരുത്തി മാമ്പഴം അയാൾക്ക് ദാനം ചെയ്തു. സന്തോഷത്തോടെ അയാൾ ആ മാമ്പഴം രുചിച്ചു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ബ്രാഹ്മണൻ മരിച്ചു വീഴുകയാണ് ചെയ്തത്. ഇത് കണ്ട രാജാവ് കോപം കൊണ്ട് വിറച്ചു. സ്വന്തം കൈകൊണ്ട് ഊട്ടി വളർത്തിയ എന്നെ കൊല്ലാനാണല്ലേ നീ ഈ മാമ്പഴത്തിൻ്റെ വിത്ത് എനിക്ക് കൊണ്ടുവന്ന് തന്നത്? ആത്മാറാമിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അത് പകച്ചിരുന്നു. രാജാവിനെ കൊല്ലാൻ വിഷവിത്ത് കൊണ്ടുവന്ന ഈ തത്ത ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. മന്ത്രി ദേഷ്യത്തോടെ അലറി. രാജകിങ്കന്മാർ ഉടനെ തന്നെ തത്തയെ കൂട്ടിന് പുറത്തെടുത്ത് കഴുത്തറുത്ത് കൊന്നു. അതിനുശേഷം ആരും ആ മാവിൻ്റെ പരിസരത്ത് പോലും ഭയം കൊണ്ട് പോകാതെയായി. അന്നാട്ടിൽ വൃദ്ധനായ ഒരു അലക്കുകാരനുണ്ടായിരുന്നു. പ്രായം അവശനാക്കിയ അയാൾക്ക് നാട്ടിൽ ആരും പണി കൊടുക്കാതെയായി. നിരാശനായ അയാൾ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനൊരു എളുപ്പവഴി കണ്ടത് രാജാവിൻ്റെ തോട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട മാവിൻ്റെ പഴം തിന്നുക എന്നതായിരുന്നു. അയാൾ നേരെ തോട്ടത്തിൽ ചെന്ന്
നിലത്ത് കിടന്ന ഒരു മാമ്പഴം എടുത്ത് തിന്നു. അത്ഭുതം! അയാൾ പെട്ടെന്നൊരു യുവാവായി തീർന്നു. ഈ അത്ഭുത വാർത്ത അറിഞ്ഞ് രാജാവും പരിവാരങ്ങളും അവിടെ എത്തി. അവരും മാമ്പഴം തിന്നു. അവരും യുവാക്കളായി മാറാൻ താമസമുണ്ടായില്ല. അപ്പോൾ പിന്നെ അന്ന് ആ മാമ്പഴം കഴിച്ച ബ്രാഹ്മണന് എന്താണ് മരണം സംഭവിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും രാജാവിന് മനസ്സിലായില്ല. സത്യാവസ്ഥ അറിയാതെയാണല്ലോ ആ പാപം തത്തയെ കൊന്നതെന്ന് ഓർത്തപ്പോൾ രാജാവിന് കടുത്ത പശ്ചാത്താപം തോന്നി. പക്ഷേ ഇനി പശ്ചാത്താപിച്ചിട്ട് എന്തു ഫലം?